Hello everyone, Assalamu alaikum. Welcome back to my YouTube channel and this is the wedding series 7. So ഇതൊരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കല്യാണത്തിനായിട്ടുള്ള പന്തലിടുന്നതും അതിനായിട്ടുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു ചെറിയ വ്ളോഗാണ്. സോ ഞാൻ വ്ളോഗ്സ് ഒക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം മാരേജ് കഴിഞ്ഞ പാടെ ഫുള്ള് കൊല്ലത്തേക്കും മലപ്പുറത്തേക്കും ആയിട്ടുള്ള ട്രാവലിങ് കാരണം ഒട്ടും വയ്യാണ്ടായിട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിൽ ഹൽദിയുടെ അന്ന് തലേന്നാണ് കേട്ടോ പന്തലിട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ അവർ പന്തലിടുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാനും ഉമ്മച്ചിയും കൂടി ഓർണമെൻറ്റ്സ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഹൽദി വരുന്നത്. സോ അങ്ങനെ നമ്മൾ രാവിലെ ഓർണമെൻറ്റ്സ് ഒക്കെ പോയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായി. അതിനുശേഷം ഒരു ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിൽ കാരണം നല്ല കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് പുറത്ത് പോകേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഈ ഒരു പരിപാടിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഓൾമോസ്റ്റ് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ കാറിൽ നീണ്ടാരിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയ എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കല്യാണ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളത് ഏൽപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ടായിട്ടോ. അങ്ങനെ ചായയും കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഉമ്മച്ചിക്കും പിന്നെ ആൻറ്റിക്കും ഒരു ഡ്രസ്സ് എടുക്കണമെന്നുള്ളത്. അങ്ങനെ പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ട് ജോ ആലുക്കാസിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നല്ല ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെന്തായി എങ്ങനെയായി എന്നൊന്നും അറിയില്ല. അവിടെ വാപ്പച്ചിയും അച്ചായും സിസ്റ്ററും എല്ലാവരും ഉണ്ടോണ്ട് ഉള്ള ഒരു ധൈര്യത്തിലാണ് നമ്മളിവിടെ ഇത്രയും ലേറ്റായിട്ട് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായേ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലേറ്റും സ്റ്റേജിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ചെന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതൊന്ന് കത്തിച്ച് കാണിച്ചു തരുമോ, എനിക്ക് വ്ളോഗ് എടുക്കാനാണ്. അപ്പോൾ തന്നെ അവരത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഫ്ലവർ മാത്രമേ എൻട്രൻസിൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അവർ അവരുടെ ഇഷ്ടത്തിന് കുറേ സാധനങ്ങളൊക്കെ വെച്ച് തന്നിട്ടുണ്ടായി. പിന്നെ എൻ്റെ മോൻ ലിയോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിണ്ടായിട്ടോ. അവനിക്ക് ഈ ആളും ബഹളവും ഒക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. അവൻ ആ ഒരു സ്ഥലത്ത് നിൽക്കത്തുമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇതൊക്കെ കാണുകയും വേണം. പക്ഷെ അവനിക്ക് നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് അവൻ മേളിൽ പോയിട്ടിരുന്ന് കണ്ടുകൊണ്ടുണ്ടായി എല്ലാം. അങ്ങനെ ലേറ്റൊക്കെ സെറ്റായി. പിറ്റേന്ന് മോർണിംഗ് ആയിരുന്നു കേട്ടോ സ്റ്റേജ് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണും വരെ ബൈ.